യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ സത്യാഗ്രഹം മുതൽ സ്വാതന്ത്ര്യ സമരങ്ങൾക്കായുള്ള ജനമുന്നേറ്റങ്ങളിൽ മുന്നിട്ടിറങ്ങി നാടിനും രാജ്യത്തിനും വേണ്ടി നിഷ്പക്ഷം ശബ്ദമുയർത്തിയ അനേക സംഭവങ്ങൾ അരങ്ങേറിയ നാടാണ് തൃശ്ശൂർ. ലിഖിത, തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് എന്നും പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാവോ? അങ്ങനെ ഒരു സംഭവം ഏതാ? നമ്മുടെ തോമാസ് ലീഹ ആദ്യമായിട്ട് കാലുകുത്തുന്നത് ഇവിടെയാ. ഓ, ആ സംഭവം. കേരളത്തിലേക്ക് സുവിശേഷ ദീപവുമായി കടന്നു വന്ന മാർ തോമാസ് ലീഹ AD 52 ആദ്യമായിട്ട് കപ്പലിറങ്ങുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂരിലാണ്. ഇത്രയും വലിയ ചരിത്രമുള്ള ഒരു മണ്ണിലാണ് MSTയുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് എത്തിയിരിക്കുന്നത്. MSTയുടെ പ്രേക്ഷിത വാഹിനി ബാക്കി നിൽക്കുന്ന 2 പാർട്ടിസിപ്പൻസും നിറയെ സമ്മാനങ്ങളും ആഘോഷങ്ങളുമായി ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ തിരുമുറ്റത്താണ്. അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകിപ്പിക്കണ്ടല്ലേ, നമുക്ക് നമ്മുടെ 2 പാർട്ടിസിപ്പൻസിനെ വിളിച്ചാലോ? ബാക്കി നിൽക്കുന്ന 2 പാർട്ടിസിപ്പൻസിനെയും ഏറെ സ്നേഹത്തോടെ MSTയുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമ്മുടെ 2 പാർട്ടിസിപ്പൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ആർക്കാ കയറേണ്ടേ അടുത്തത്? പതിവ് പോലെ തന്നെ ഗെയിം നടത്തി സെലക്ട് ചെയ്താൽ പോരെ? ചേട്ടൻ തലയാട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല. നമ്മൾ ഗെയിം തന്നെ നടത്തിയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഏതാ ഗെയിം എന്ന് പറയട്ടെ? എന്താ നിങ്ങൾക്ക് ഒരു ഉഷാറില്ലാതെ? നമ്മുടെ ഈ സ്ക്രീനിൽ കുറച്ച് വിശുദ്ധരുടെ ഫോട്ടോ കാണിക്കും. ഒരു 5 സെക്കൻഡ് ടൈം തരും. അതിനുള്ളിൽ ആരൊക്കെയാണ് പേരുണ്ടാകും. ആ പേരെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ടൈം കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വിശുദ്ധരുടെ പേര് പറയുന്നത് ആരാണോ ആളായിരിക്കും അടുത്ത് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ വിശുദ്ധരെ കാണിക്കും. 2 പേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കണ്ട. ഒരാൾ മാത്രം ആദ്യം തിരിഞ്ഞു നോക്കുക, എന്നിട്ട് ആൻസർ പറയുക. അത് കഴിഞ്ഞിട്ട് അടുത്തയാൾ. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം ആരാ? ജുവലല്ലേ തിരിയുന്നേ? ജുവൽ തിരിഞ്ഞോളൂ. സോ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏതൊക്കെയാണ് വിശുദ്ധരെന്ന് മനസ്സിൽ നോട്ട് ചെയ്താൽ മതി. സ്റ്റോപ്പ്. തിരിഞ്ഞോ. ഇനി അടുത്തത് മനാസെ. തിരിഞ്ഞോ. ടൈം സ്റ്റാർട്ട്സ് നൗ. സ്റ്റോപ്പ്. തിരിഞ്ഞോ. ജുവലെ ആദ്യം ആൻസർ പറഞ്ഞോ. വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ ചാവറച്ചൻ, വിശുദ്ധ നെക്സ്റ്റ്. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ കാർൾ അക്വീനാസ്. സ്റ്റോപ്പ്. ആരാണ് അടുത്തതായിട്ട് പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറാൻ പോകുന്നത്? ജുവൽ. എത്ര എണ്ണം പറഞ്ഞു? 3 എത്ര എണ്ണം പറഞ്ഞു? 2 അയാളൂ. അപ്പോൾ അടുത്തത് MSTയുടെ പ്രേക്ഷിത വാഹിനിയിലോട്ട് കയറാൻ പോകുന്നത് ജുവലാണ്. മനാസ് വിഷമിക്കേണ്ട, അടുത്തൊരു ചാൻസ് നമുക്കുണ്ട്. നമുക്കിപ്പോൾ സീറ്റിലേക്ക് മടങ്ങാം. അപ്പോൾ ജുവലിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? നമുക്ക് പ്രൊഫൈൽ വീഡിയോ കണ്ടാലോ? പ്രൊഫൈൽ വീഡിയോ കാണണ്ടേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ജുവലിനെ അറിയാമെന്ന്, പക്ഷേ എനിക്ക് അത്ര അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും നമുക്ക് പ്രൊഫൈൽ വീഡിയോ കാണാം. ഹായ്, എൻ്റെ പേര് ജുവൽ ജസ്റ്റിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്.
വിശുദ്ധ തോമസ് ലീഹായുടെ നാമധേയത്തിലാണ് എൻ്റെ ഇടവക പള്ളിയുള്ളത്. ആ ഇടവകയിലെ ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. പപ്പ, അമ്മ, അനിയൻ, അനിയത്തി, പിന്നെ ഞാൻ. ഈ ഒരു കൊച്ചു കുടുംബം എനിക്ക് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ ജുവലിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമ്മുടെ ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ പരിചയപ്പെടണം. അത് നമ്മുടെ ഗെയിം തുടങ്ങിയിട്ട് പോരെ. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിത വാഹനിലായിട്ട് ഓടിക്കയറിക്കും. ജുവലിനായിട്ടുള്ള 4 റൗണ്ടുകളും ജനറൽ ക്വസ്റ്റ്യനും ഇവിടെ വെയിറ്റിംഗ് ആണ്. ആദ്യത്തെ റൗണ്ടിലേക്ക് പോയാലോ? ഏതാണ് ആദ്യ റൗണ്ടായിട്ട് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ്. റൂൾസൊക്കെ ജുവലിന് അറിയാവുന്നതായിരിക്കും. എന്തെങ്കിലും ഒന്നും കൂടി പറയാം. 2 ചോദ്യങ്ങളുണ്ടാവും. ഒന്നാമത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ രണ്ടാമത്തേത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ ആണോ? ചോദ്യം ഇതാണ്: സീറോ മലബാർ സഭയുടെ പ്രഥമ കൂരിയ മെത്രാൻ ആര്? ചോദ്യം ആവർത്തിക്കാം. സീറോ മലബാർ സഭയുടെ പ്രഥമ കൂരിയ മെത്രാൻ ആര്? 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. മാർ ബോസ്കോ പുത്തൂർ, മാർ സെബാസ്റ്റ്യൻ വാണിയെ പുരയ്ക്കൽ, മാർ ജോർജ് ആലഞ്ചേരി, മാർ ജോസ് പൊരുന്നേടം. മാർ ജോസ് പൊരുന്നേടം. ആ 4 ഓപ്ഷനും ഒന്നുകൂടി ശരിക്കൊന്ന് വായിച്ചേ. മാർ സെബാസ്റ്റ്യൻ വാണിയെ പുരയ്ക്കൽ. ഉറപ്പാണോ? ആ, ഉറപ്പിക്കാണ്. നമുക്ക് ആൻസർ എന്തായാലും മാറ്റിയൊരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ തെറ്റാണ്. എന്താണ് ഓഡിയൻസ് കൈയടിക്കാത്തത്? ചേട്ടൻ ചെയ്യണ തെറ്റിന് കൈയടിക്കണോന്നോ? പിന്നെന്താ വെച്ച് പരിശ്രമിച്ചില്ലേ? ഇല്ലേ? അപ്പൊ ഒരു കൈയടി കൊടുത്തേ. ആൻസർ പറഞ്ഞിട്ട് അത് കറക്റ്റ് ആയോ തെറ്റിപ്പോയോ എന്നൊന്നല്ല. നമ്മുടെ മിടുക്കി ഇവിടെ വന്ന് നിന്ന് ആൻസർ പറയാനുള്ള ധൈര്യം കാണിച്ചു. അതിനാണ് നമ്മുടെ കൈയടി. കൊടുത്ത് ഉഷാറായിട്ട് കൈയടി. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താന്ന് ആർക്കെങ്കിലും അറിയോ? മാർ ബോസ്കോ പുത്തൂർ. ജുവലെന്ന് പറഞ്ഞ ആൻസർ മാർ ബോസ്കോ പുത്തൂർ. പഠിച്ചോ? ഇനി ആര് ക്വസ്റ്റ്യൻ ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും പറയോ? ഇല്ല, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതാണ് ഈ ഉത്തരം മനസ്സിലുണ്ടായിരുന്നോ? സാരില്ല, 2 ഉത്തരം നമ്മൾ മാറ്റി പറഞ്ഞു. പക്ഷെ നമുക്കിത് പറയാൻ പറ്റില്ല. സാരില്ല, ഈ റൗണ്ടിൽ ഈ സമ്മാനം കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇതിന് കറക്റ്റായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഈ റൗണ്ടിന് സമ്മാനം ഞങ്ങൾ തരാം. പറയോ? ചോദ്യം ഇതാണ്: മാർ സാപ്പോർ, മാർ പ്രോത്ത് എന്നീ വിദേശ മെത്രാന്മാർ കേരളത്തിൽ എത്തിയത് എന്ന്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. മാർ സാപ്പോർ, മാർ പ്രോത്ത് എന്നീ വിദേശ മെത്രാന്മാർ കേരളത്തിലെത്തിയത് എന്ന്? 1877 1877 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓഡിയൻസിന് എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പഠിച്ചതും നിങ്ങൾക്ക് അറിയാവുന്ന സഭയുടെ ചരിത്രമൊക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും സഹായിക്കണോ? ഇതിൻ്റെ ആൻസർ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരാം. അല്ലെങ്കിൽ ഈ ആൻസർ ഉറച്ചു നിൽക്കുകയാണോ? ഒരു ആൻസർ കൂടി കറക്റ്റ് ആണോ? കറക്റ്റ് ആയിരിക്കുമോ? ചെക്ക് ചെയ്യണോ? വേറെ ആൻസർ ഇല്ലല്ലോ. ചെയ്തോട്ടെ. ആൻസർ നോക്കാം. AD 823 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മുടെ ജുവലിന് ടെൻഷൻ കയറിയതാണ്. കുഴപ്പമില്ല, നമ്മുടെ ജുവൽ പരിശ്രമിച്ചല്ലേ. അപ്പോൾ ഒരു കൈയടി കൊടുത്തേ. സാരില്ല, ഓക്കെ അല്ലേ? ഒന്ന് പോയെന്നൊന്നും വെച്ച് കുഴപ്പമില്ല. ഇനിയിപ്പോൾ 3 റൗണ്ടും ഒരു ജനറൽ ക്വസ്റ്റ്യനും ഉണ്ട്. ബാക്കിയുള്ളതിൽ നമുക്ക് പിടിക്കാം. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ. ഏതാണ് അടുത്തതായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്? അഡ്ജൻറ്റസ്. തോമാസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻറ്റസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. സെൻറ്റ് തോമസ് മിഷൻ. സെൻറ്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെൻറ്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ആദ്യം ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. യമനിൽ പ്രേഷിത പ്രവർത്തനത്തിന് അനുമതിയുള്ള ഏക കത്തോലിക്ക സന്യാസിനി സമൂഹം? ഓപ്ഷൻസ്: സെൻറ്റ് തോമസ് മിഷണറി സൊസൈറ്റി,
മിഷണറീസ് ഓഫ് ചാരിറ്റി, സീറോ മലബാർ മിഷണറി സൊസൈറ്റി, കാത്തലിക് സൊസൈറ്റി ഫോർ മിഷൻ. കാത്തലിക് സൊസൈറ്റി ഫോർ മിഷൻ. ഉറപ്പാണോ? ശരിക്കും നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അത് തന്നെയായിരിക്കും. ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ ഓഡിയൻസിൽ ഒരുപാട് പേര്. ഒരു ചേട്ടനോട് കൈ പൊക്കിയിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണോ? ചേട്ടൻ മുന്നോട്ട് പോരെ. മിഷണറീസ് ഓഫ് ചാരിറ്റി. ചേട്ടൻ വന്നിവിടെ കോൺഫിഡൻസിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നാണ്. അങ്ങനെയാണെങ്കിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന ആൻസർ കറക്റ്റ് ആണോ അല്ലയോ നോക്കിയാലോ? ആൻസർ കറക്റ്റ് ആണ്, മിഷണറീസ് ഓഫ് ചാരിറ്റി. ഈ റൗണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കോക്കമംഗലം പള്ളിയിലേക്ക് വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്ന മാർപ്പാപ്പ ആര്? ചോദ്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. കോക്കമംഗലം പള്ളിയിലേക്ക് വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്ന മാർപ്പാപ്പ ആര്? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ജുവൽ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആൻസർ കറക്റ്റ് ആണ്. അങ്ങനെ ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങളും മിടുക്കിയായിട്ട് ആൻസർ പറഞ്ഞ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം നേടിയിട്ടുണ്ട്. ആ സമ്മാനം കൊടുക്കാം നമുക്ക്. ജുവലിൻ്റെ 2 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സമ്മാനം കിട്ടിയില്ലേ? ഒരു സമ്മാനം നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുത്താലോ? നിങ്ങൾ ഓഡിയൻസിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്: ഗുരുവായൂരിൽ ആദ്യമായി കുരിശുപള്ളി സ്ഥാപിച്ചത് എന്ന്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഗുരുവായൂരിൽ ആദ്യമായി കുരിശുപള്ളി സ്ഥാപിച്ചത് എന്ന് പറഞ്ഞു കൊടുക്ക്. ഇവിടെ ഒരു മിടുക്കൻ കൈ പൊക്കിയിട്ടുണ്ട്. ആൻസർ അറിയാമോ? വാ പോരെ, തെറ്റിയാലും ഒരു വിഷയമില്ല, നിങ്ങൾ പോരെ. ആയിരത്തി 1983. 1983 അത്രയും പോണോ? സഹായിക്കാനായിട്ട്, നമ്മുടെ മിടുക്കനെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? ആയിരത്തി 1979. തെറ്റിപ്പോയി കഴിഞ്ഞാൽ സമ്മാനം ഞങ്ങൾക്കാണേ. അപ്പം ആൻസർ പറഞ്ഞോട്ടെ? ആൻസർ 1938. നമ്മുടെ മിടുക്കന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. 83 എന്നാണ് പറഞ്ഞത്, 38 ആയിരുന്നു ആൻസർ. സാരില്ല, കുഴപ്പമില്ലല്ലോ. ഒരു കയ്യടി കൊടുത്തേ, പിള്ളേര് വന്നതല്ലേ. അപ്പൊ ജുവലെ, ബാക്കി നിൽക്കുന്നത് 2 റൗണ്ടുകളാണ്. മാർഗം റൗണ്ടും ജെറീക്കോ റൗണ്ടും. ഇതിലേത് റൗണ്ടാണ് ജുവല് ചൂസ് ചെയ്യുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെയാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, വാഴ്ത്തപ്പെട്ട റാണി മരിയ. ആരെയാണ് ജുവലിന് ഇഷ്ടം? വാഴ്ത്തപ്പെട്ട റാണി മരിയ. വാഴ്ത്തപ്പെട്ട റാണി മരിയയാണ് ജുവലിന് ഇഷ്ടം. അപ്പോൾ റാണി മരിയെ തന്നെയാണോ ചൂസ് ചെയ്യുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ വാഴ്ത്തപ്പെട്ട റാണി മരിയെക്കുറിച്ചുള്ള ആ ചോദ്യം നോക്കാം. റാണി മരിയയുടെ വിളിപ്പേര് എന്ത്? മേരിക്കുഞ്ഞ്. ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ചാടി കയറിയ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. മേരിക്കുഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സ്ക്രീനിലേക്ക് നോക്കണ്ട, ഈ റൗണ്ടിൽ ആ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ലേനെ, ആ സമ്മാനം കൊടുത്തേക്ക്. റൗണ്ടൊക്കെ കഴിഞ്ഞ് സമ്മാനമൊക്കെ മേടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഓഡിയൻസിന് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊരു പ്രോഗ്രാം കൊടുത്താലോ? ജുവലിനും വേണ്ട എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അടുത്തതായിട്ട് ഗുരുവായൂരിലെ തിരുവാല സഖ്യത്തിൽ നിന്നും ഒരു മിടുക്കിക്കുട്ടി ഫോക്ക് ഡാൻസുമായി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. ചില്ലറക്കാരിയൊന്നല്ല, അതിരൂപത തലത്തിൽ ഫോക്ക് ഡാൻസിന് 2ാം സ്ഥാനം മേടിച്ച കുട്ടിയാണ്. എബ്രിൻ ഗ്രേസിനെ നല്ല കയ്യടി കൊടുത്ത് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യാം. തെയ്യം ദിന തന്താനെ തകതന്താനോ, തെയ്യം ദിന തന്താനെ തകതന്താനോ,
തെയ്യം ദിന തന്നാനെ തക തന്താനോ, തെയ്യം ദിന തന്നാനെ തക തന്താനോ. ഗോതമ്പിൻ പാടത്തിന്ന് കനകപ്പൂമണി കൊയ്തു മെതിക്കാൻ ഇടനെഞ്ചിൻ പാട്ടും പേറി പോണോരേ. ഒരു നേരം നിന്നെങ്കിൽ ഒരു നല്ല കഥ പറയാം. ദൈവത്തെ സ്നേഹിച്ച ഹന്ന പെണ്ണിന്റെ കരളരിക്കുന്നൊരു കഥ പറയാം. ഗോതമ്പു പാടം കൊയ്യുന്ന നേരം കേൾക്കാന വന്ന് കാതിൽ മൂളി. ഇഷ്ടമായി ഹന്നേ നിൻ കൊയ്ത്തുപാട്ട്, ഇടയ്ക്കുള്ള ദൈവത്തിൻ പ്രാർത്ഥനയും കേൾക്കാന തന്നെ രണ്ടാം വധുവായി ഹന്നയെ അന്നവൻ പരിണയിച്ചു. വയൽ കിളി കളിയാക്കി പലരും ചൊല്ലി. നാണം കൊണ്ടാ പെണ്ണ് കൊടുത്തും പോയി. കേൾക്കാന തന്നെ രണ്ടാം ഭാര്യയും ഹന്നയ്ക്ക് കുട്ടികൾ ജനിച്ചതില്ല. അവസരം പാർത്ത് തെന്നീനായും പുത്രരും ഹന്നായെ ചേർന്ന് കളിയാക്കി. ദൈവത്തെ വിളിച്ചു കേണു. ഹന്ന തൻ പ്രാർത്ഥന ദൈവം കേട്ടു. വിത്തു വീണ പാടത്ത് ഗോതമ്പ് വിളഞ്ഞപ്പോൾ ഹന്ന തൻ ഉള്ളിൽ ജീവൻ തുടിച്ചേ. ശീതക്കാറ്റാഞ്ഞു വീശി മാനം തെളിഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ തേങ്ങൽ. പൗർണമി ചേരിലൊരു ആൺകുഞ്ഞ്, മുഖത്തോ ദൈവത്തിൻ ചൈതന്യമൊഴുകുന്നു. കുഞ്ഞിന്റെ ചേലു കണ്ട് ഫ്രായി നാട്ടുകാർ പലരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. ഹന്നയ്ക്കെങ്ങനെ തേജസ്വിയായൊരു ആൺകുഞ്ഞ്, കൂട്ടത്തിൽ പുരോഹിതൻ ഏലി ചൊല്ലി. ദൈവത്തിൻ അനുഗ്രഹം ഇതുതന്നെ. ഏൽക്കാന കുടുംബവും ബലി നൽകാൻ പോകുമ്പോൾ ഹന്നായെയും കുഞ്ഞിനെയും വിളിച്ചിരുന്നു. ഇന്നു നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോകുന്നു. ഇതു ദൈവത്തിൻ ദാനമല്ലേ. നെഞ്ചു തുടിക്കുന്ന വാക്കാളാ പെണ്ണ് ഉറക്കെ ചൊല്ലി. പൈതലല്ലേ ഇവന്റെ മുലക്കുടി മാറട്ടെ, പിച്ച നടക്കാനായിടട്ടെ. ഹന്ന തൻ വാക്കു കേട്ട് കേൾക്കാനൊരു സംശയം. സാമുവേലിനെ ദൈവത്തിനായി സമർപ്പിക്കാനായി ഏറ്റതല്ലേ, പ്രാർത്ഥനയാൽ ദൈവം തന്നതല്ലേ. ഭക്തയാം ഹന്ന ഭർത്താവിനോട് ചൊല്ലി. വരുന്ന നാളിൽ കർത്താവിൻ സന്നിധിയിൽ സാമുവേലിനെ സമർപ്പിച്ചിടാം. കൊയ്ത്തും പാട്ടും മേളവും ഉയരുന്നു ഗോതമ്പു പാടങ്ങൾക്കിടയിലൂടെ. കുലകുടി മാറിയ പിച്ച നടക്കുന്ന കുഞ്ഞിനെ സമർപ്പിക്കാൻ ശിലോയിലേക്കോടവേ അന്നയവൾ തരിച്ചു നിന്നു. ഇത്രയും നാൾ താരാട്ടി വളർത്തിയ മകനെ പിരിയുവാനാകാതെ അവൾ തൻ മനം പിടഞ്ഞു. നെഞ്ചകം തകർന്നമ്മ നിലത്തിരുന്നു. പൈതലെ നെഞ്ചോടു ചേർത്തു ചൊല്ലി. നേർച്ചകൾ നേർന്നപ്പോൾ ലഭിച്ചതല്ലേ, യഹോവയ്ക്കായി നിന്നെ സമർപ്പിച്ചു പോയി. വർഷങ്ങൾ 3 പ്രാർത്ഥിച്ചു കിട്ടി. ദൈവത്തിൻ ദാനമായി പൊന്നോമനയെ, പൊന്മകനെ തന്ന ദൈവമേ. എന്നെന്നും വാഴ്ത്തിയിടും നിന്റെ നാമം. അത്യുന്നതമാം നിന്റെ നാമം, അത്യുന്നതമാം നിന്റെ നാമം.
അമ്പോ എന്ത് നല്ല പരിപാടിയായിരുന്നല്ലേ. എക്സ്പ്രഷൻസും ഭയങ്കര എനർജിയൊക്കെ ആയിട്ട് അടിപൊളി പരിപാടിയല്ലായിരുന്നോ? ഇപ്പൊ നിങ്ങൾക്ക് ഉഷാറൊക്കെ വന്നോ? നമ്മുടെ ഓഡിയൻസ് ഉഷാറായില്ലേ? ആ അപ്പോൾ ഓഡിയൻസിന് മാത്രമല്ല ജുവലിനും ഉഷാറായിട്ടുണ്ട് പരിപാടിയൊക്കെ കണ്ടിട്ട്. പക്ഷെ നമുക്കങ്ങനെ പരിപാടി കണ്ടു നിന്നാൽ പറ്റില്ലല്ലോ, നമുക്ക് ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അവസാനത്തെ ആ റൗണ്ടിലേക്ക് പോയാലോ? പോകാം. ഇനി ബാക്കി നിൽക്കുന്നത് ജെറിക്കോ റൗണ്ടാണ്. വിഷ്വൽ റൗണ്ടാണ് ജെറിക്കോ റൗണ്ട്. ജെറിക്കോ റൗണ്ടിൽ നമ്മളൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യും. ആ വീഡിയോ കുറച്ച് ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അതിനകത്തിൽ നിന്നായിരിക്കും കൊച്ചിന് ചോദ്യം വരുന്നുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും എഴുതാനൊക്കെ ആയിട്ട് അരികിലൊരു നോട്ട് പാഡും പെന്നും ഉണ്ടായിരിക്കും. ജുവലേ റെഡിയല്ലേ? അപ്പോൾ വീഡിയോ കണ്ടാലോ? കോക്കമംഗലത്തു നിന്നും കോട്ടക്കാവിലേക്കാണ് തോമാസ് ലീഹ എത്തിച്ചേർന്നത്. ഇന്ന് കൊടുങ്ങല്ലൂരിനടുത്തുള്ള പറവൂർ എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നു. സ്ലീഹ അവിടെ എത്തിയ സമയത്ത് അവിടെ മറ്റൊരു മതത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അവർ സ്ലീഹായെ അധിക്ഷേപിക്കുകയും അതിൻ്റെ ഫലമായി ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുകയും ആഘോഷത്തിന് കൊണ്ടുവന്ന ആന ഇടയുകയും ചെയ്തു. ഇത് കണ്ട് ഭയപ്പെട്ട ജനം തോമാസ് സ്ലീഹായോട് സഹായത്തിനായി യാചിച്ചു. ഉടനെ സ്ലീഹ ജലമെടുത്ത് ആശീർവദിച്ച് ആനയുടെയും ആളുകളുടെയും മേൽ തളിച്ചു. തൽക്ഷണം എല്ലാം ശാന്തമാവുകയും ചെയ്തു. ജുവലെ വീഡിയോ ഒക്കെ കണ്ടോ? കണ്ടു. തോമാസ് ലീഹായുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ചൊക്കെ പറയുന്ന വീഡിയോ ആയിരുന്നല്ലേ? അപ്പോൾ എല്ലാം എഴുതിയൊക്കെ എടുത്തു. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ. കോക്കമംഗലത്ത് നിന്നും തോമാസ് ലീഹ എത്തിച്ചേർന്ന കോട്ടക്കാവ് ഇന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പറവൂർ. പറവൂർ ആണ് ആൻസർ എന്ന് ജുവൽ ചാടി പറഞ്ഞിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, പറവൂർ. കൈയടിച്ചേ. അപ്പോൾ ഈ റൗണ്ടിലും ഈ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യവും കറക്റ്റ് ആക്കിയിട്ടുണ്ട്, സമ്മാനവും നേടിയിട്ടുണ്ട്. ഞങ്ങൾ സമ്മാനം തരെയാണ്. ജുവലിൻ്റെ 4 റൗണ്ട് കഴിഞ്ഞ് ജനറൽ ക്വസ്റ്റിന് ജുവൽ പ്രേക്ഷിത വാഹിനിയിൽ വെയിറ്റിംഗ് ആണ്. പക്ഷെ അതിന് മുൻപ് നിങ്ങൾക്കായിട്ട് നമ്മുടെ ഓഡിയൻസിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരണം. ആ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? സമ്മാനത്തിനായിട്ട് നമ്മുടെ ഓഡിയൻസ് എല്ലാവരും റെഡിയാണ്. അപ്പോൾ ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം ഇതാണ്: ഗുരുവായൂർ ക്രൈസ്തവ സമൂഹം ഇടവകയായി ഉയർത്തപ്പെട്ടത് എന്ന്? ആദ്യം നമ്മുടെ കൊച്ചാണ് കൈ പൊക്കിയിരിക്കുന്നത്. ഓടിപ്പോരെ. ജൂൺ 4. മിടുക്കിയായിട്ട് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചോദിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആൻസർ പറഞ്ഞോട്ടെ? ആൻസർ കറക്റ്റ് ആണ്. 1972 ജൂൺ 4. സമ്മാനം വേണ്ടേ? സമ്മാനം വേണം. അപ്പം ആ സമ്മാനം എന്നെ കൊടുത്തേക്ക്. ജൂലേ, അപ്പോൾ ബാക്കി നിൽക്കുന്നത് ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ജനറൽ ക്വസ്റ്റ്യൻ. റെഡിയാണോ ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്? റെഡിയാണ്. ജനറൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് മാർപ്പാപ്പയുടെ ഉത്തരവ് പ്രകാരമാണ് തൃശ്ശൂർ രൂപത സ്ഥാപിതമായത്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഏത് മാർപ്പാപ്പയുടെ ഉത്തരവ് പ്രകാരമാണ് തൃശ്ശൂർ രൂപത സ്ഥാപിതമായത്? ഓപ്ഷൻസ് ഇല്ല, ആലോചിച്ച് വേണം ആൻസർ പറയാനായിട്ട്. 11 പിയൂസ് മാർപ്പാപ്പ. ഉറപ്പാണോ? അവസാനത്തെ ചോദ്യമാണ്, ഓപ്ഷൻസ് ഇല്ലാത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലയോ 13 മാർപ്പാപ്പ. ജുവൽ മാറ്റിയൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒട്ടും വൈകിക്കേണ്ട. ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ലിയോ 13 മാർപ്പാപ്പ. ജുവൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കയ്യടി കൊടുത്തേ. അങ്ങനെ 7 ചോദ്യവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു റൗണ്ടിൽ ഉത്തരം തെറ്റിപ്പോയത് കാരണം നമുക്ക് മെമൻറ്റോ ഇല്ല. പക്ഷെ ആ നേടിയിരിക്കുന്ന സമ്മാനങ്ങളും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ടാണ് ജുവൽ ഇവിടെ നിന്ന് മടങ്ങാൻ പോകുന്നത്. ആരൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്? അമ്മ, അനിയത്തി, അനിയൻ, പിന്നെ പപ്പ ദുബായിക്ക് പോയി തിരിച്ച്. പപ്പയ്ക്ക് അപ്പോൾ ഇന്നത്തെ കോമ്പറ്റീഷൻ കാണാൻ പറ്റിയില്ല, സാരില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ബാക്കി എല്ലാവരും നമ്മുടെ ജുവലിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ജുവലെ, ആ സമ്മാനമൊക്കെ ആയിട്ട് താഴേക്ക് പോരെ.
ജുവലിൻ്റെ സമ്മാനമൊക്കെ മേടിക്കാനായിട്ട് ജുവലിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ശ്രദ്ധിച്ചോ, ജുവലിൻ്റെ അനിയൻ്റെയും അനിയത്തിൻ്റെയും കയ്യിൽ സമ്മാനം. അപ്പോൾ ജുവല് മാത്രമല്ല, ജുവലിൻ്റെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഇതിനായിട്ട് റെഡിയായി പഠിച്ച് ഒരുങ്ങിയൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിനും ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരു അപ്രിസിയേഷൻ. അപ്പോൾ ലിഖിത, ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട് ഇവിടെ നിന്ന് MSTയുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറാനായിട്ട്. ഈ എപ്പിസോഡിൽ വേണോ? ഈ എപ്പിസോഡിൽ വേണ്ട, നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ മനാസുമായിട്ട് തിരിച്ചെത്താവുന്നതാണ്. അപ്പോൾ എപ്പിസോഡൊക്കെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക. സങ്കീർത്തനങ്ങൾ 116, 12, 13 വാക്യങ്ങൾ. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെ മേലും ദൈവമായ കർത്താവ് ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. അതിനെല്ലാം പകരമായിട്ട് അവിടുന്ന് ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുക, അവിടുത്തെ നാമം പ്രഘോഷിക്കുക. അങ്ങനെ ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വലിയ സുവിശേഷ പ്രഘോഷകരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. ദിസ് ഇസ് ലിഖിത പീറ്റർ ആൻഡ് ലെന ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിര പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനയ